ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. പ്രിയമുള്ളവരെ, ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആളത്തമായി അറിയുന്നു എന്ന പരമാർത്ഥം ദൈവത്തെ മറന്നു ജീവിക്കുന്ന മനുഷ്യരും ദൈവമില്ലെന്ന് പറയുന്ന മൂഢനും മനസ്സിലാക്കുന്നില്ല. ദൈവഭയമില്ലാതെ ദൈവജനത്തെ ദുഷിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും ഉടനടി യാതൊരു തിന്മയും ഭവിക്കാത്തതിനാൽ ദൈവം തങ്ങളെ അറിയുന്നില്ലെന്ന് കരുതി തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ദൈവജനത്തെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചുള്ള ദൈവജനത്തിന്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾക്ക് കർത്താവ് തക്ക സമയത്ത് മറുപടി തരുമെന്ന് തർസോസുകാരനായ ശൗലിനുണ്ടായ അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്നു. കർത്താവിന്റെ മാർഗത്തിലേക്ക് ചേരുന്നവരെ പീഡിപ്പിച്ചു വന്ന ശൗൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് സാക്ഷിയായിരുന്നു. ദമസ്കോസിലുള്ള കർത്താവിന്റെ അനുയായികളെ പിടിച്ചുകൊണ്ടു പോകുവാൻ മഹാപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രവും വാങ്ങി ദമസ്കോസിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഒരു വലിയ വെളിച്ചം അവന്റെ മേൽ വീശി. ശൗലേ ശൗലേ എന്ന് തന്നെ പേർ ചൊല്ലി വിളിക്കുന്നത് അവൻ കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്നുള്ള ചോദ്യത്തിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടതെന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന മറുപടിയാണ് ലഭിച്ചത്. കർത്താവിന്റെ വാക്കനുസരിച്ച് അവൻ പട്ടണത്തിലേക്ക് അന്ധനായി കടന്നുപോയി. ശൗലിന്റെ പീഡനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനന്യാസ് എന്നതന്റെ ശിഷ്യന് കർത്താവ് ദർശനത്തിൽ ശൗൽ എവിടെ, ആരോടൊപ്പം, ഏതവസ്ഥയിൽ പാർക്കുന്നു എന്ന് വെളിപ്പെടുത്തി അവനെ ശൗലിന്റെ അടുത്തേക്ക് അയച്ചു. സഹോദരാ സഹോദരി, നിന്നെ ശരിയായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ഈ അവസരത്തിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുമോ? ശൗലിനെ പേർ ചൊല്ലി വിളിച്ച കർത്താവ് നിന്നെയും ഇപ്പോൾ വിളിക്കുന്നു. ശൗലിനെ പോലെ കർത്താവിനെ അനുസരിക്കുവാൻ നിനക്ക് കഴിയുമോ? കർത്താവിന്റെ വിളി കേട്ട് സമ്പൂർണമായി അവനെ അനുസരിക്കുമ്പോഴാണ് അനന്യാസിനെ ശൗലിന്റെ അടുക്കലേക്ക് അയച്ച കർത്താവ് നീ പോകേണ്ട വഴി നിന്നെ മനസ്സിലാക്കുന്നതെന്ന് ഓർമ്മിക്കുമോ? മാറാത്തവൻ യേശു മാറാത്തവൻ, മറക്കാത്തവൻ അവൻ മതിയായവൻ, മാറയാകുമീ ലോകയാത്രയെ മധുരമാക്കി അനുദിനം നടത്തിടുന്നവൻ, മാറയാകുമീ ലോകയാത്രയെ മധുരമാക്കി അനുദിനം നടത്തിടുന്നവൻ.